ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ജീവിതത്തിൽ മുന്നേറാൻ പരീക്ഷാ പേ ചർച്ചയിലൂടെ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമയനിഷ്ഠ വിജയത്തിന്റെ പാതയിൽ നിർണായകമാണെന്നും പ്രധാനമന്ത്രി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ RBI ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യകരമായ ഭക്ഷണരീതിയിലൂടെ ജീവിതശൈലീ രോഗങ്ങൾ തടയുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിക്കുന്ന ദ്വിദിന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കം. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ-ഇംഗ്ലണ്ട് പോരാട്ടം അല്പസമയത്തിനകം സിംബാബ്വേയിലെ ഹരാരയിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ജീവിതത്തിൽ മുന്നേറാൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേ ചർച്ചയിലൂടെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസവും വിനോദവും കഴിവുകളും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിലൂടെ ജീവിതത്തിൽ വളർച്ച കൈവരിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. खाने का महत्व है कि सोने का महत्व है, पढ़ने का महत्व है कि खेलने का महत्व है, उसका एक कॉमन जवाब होता है. हर चीज में संतुलन होना चाहिए, बैलेंस होना चाहिए. സമയം ക്രമീകരിക്കാൻ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സമയനിഷ്ഠ വിജയത്തിന്റെ പാതയിൽ നിർണായകമാണെന്നും മാർക്ക് നേടാൻ വേണ്ടി മാത്രം പഠിക്കരുതെന്നും പരീക്ഷയെ ഭയക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. जीवन में अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी. अब जैसे मैं हूँ, इतने सारे काम होते हैं लेकिन मुझे टेंशन नहीं है क्योंकि मुझे बहुत पहले से ही एक प्रकार से समय का सही उपयोग करने की आदत बन गई. മാതാപിതാക്കൾ കുട്ടികളിൽ സമ്മർദ്ദം ചെലുത്തരുതെന്നും അവർക്കാവശ്യമായ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അധ്യാപകർ കുട്ടികളുടെ മൊത്തത്തിലുള്ള വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. मन को जोतो, फिर मन को जोड़ो और फिर आपको पढ़ाई के जो विषय रखने हैं रखो तो आप स्टूडेंट को हमेशा सफल पाओगे. तो मैं माँ बाप से कहूंगा उनकी क्षमता, योग्यता, रुचि के अनुसार कि बच्चों को खिलने दो. പരീക്ഷാ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ഡൽഹിക്ക് പുറമെ കോയമ്പത്തൂർ, റായ്പൂർ, ദേവ്മോഗ്ര, ഗുവാഹത്തി എന്നീ നഗരങ്ങളെയും ഇത്തവണത്തെ പരീക്ഷാ പേ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷയെ പേടിയോടെ കാണാതെ വളരാനും ജീവിതത്തിൽ മുന്നേറാനുമുള്ള മാർഗമായി കാണണമെന്ന് പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ പ്രചോദനമായതായി തിരുവനന്തപുരം പട്ടം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനി ഗോപിക SN ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി പരീക്ഷയെ ഭാരമായി കാണാതെ പഠനത്തിന്റെ ഭാഗമായും വളർച്ചയുടെ അവസരമായും കാണണമെന്ന് പറഞ്ഞു. സമ്മർദ്ദമില്ലാതെ പഠിക്കാനും കൗതുകം നിലനിർത്താനും മാർക്കിനപ്പുറം വളർച്ചയ്ക്കും പ്രാധാന്യം നൽകാനും അദ്ദേഹം നമ്മെ പ്രേരിപ്പിച്ചു. പഠനത്തോടൊപ്പം സൃഷ്ടിപരമായ കഴിവുകൾ, കായികം, മൂല്യങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് സഭ 12 മണിവരെ നിർത്തിവെച്ചു. വീണ്ടും സഭ പുനരാരംഭിച്ചപ്പോൾ സമാന സ്ഥിതി തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ RBI ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% ബാങ്ക് നിരക്ക് 5.50% തുടരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ 125 ബേസിസ് പോയിന്റ് കുറച്ചിരുന്നു. കൂടാതെ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് 5% മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി 5.50% തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9%, രണ്ടാം പാദത്തിൽ 7% പ്രതീക്ഷിക്കുന്നതെന്ന് ശ്രീ മൽഹോത്ര അറിയിച്ചു. കേരളത്തിൽ SIR-ന്റെ ഭാഗമായുള്ള ഹിയറിംഗിലൂടെ 21,130 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇതിൽ 2,804 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 1,039 പേർ വിദേശ പൌരത്വം സ്വീകരിച്ചവരും 17,287 പേർ താമസം മാറിയവരുമാണെന്ന് അദ്ദേഹം അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും.
ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫോറത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷ, പ്രതിരോധം, കാലാവസ്ഥ, സാങ്കേതികവിദ്യ എന്നിവയുൾപ്പെടെ വലിയ സാധ്യതകൾ ഉൾക്കൊള്ളുന്നതാണ് കരാറെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുവിലെ സുരക്ഷാ സ്ഥിതികൾ അവലോകനം ചെയ്യും. പ്രദേശത്തെ ക്രമസമാധാന സ്ഥിതി ഉൾപ്പെടെയുള്ളവ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തും. കത്വ ജില്ലയിലെ ഹിരാനഗറിൽ അന്താരാഷ്ട്ര അതിർത്തി സന്ദർശിക്കുന്ന അദ്ദേഹം അതിർത്തി സുരക്ഷാ സേനയ്ക്ക് പുതിയതായി നൽകിയ ഉപകരണങ്ങൾ പരിശോധിക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങളുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് സുരക്ഷിതവും പോഷകസമൃദ്ധവുമായ ഭക്ഷണ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണരീതിയിലൂടെ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനുമായി ഈറ്റ് റൈറ്റ് കേരള സേഫ് ഫുഡ് ഫോർ ബെറ്റർ ലൈഫ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന സംസ്ഥാനതല പരിപാടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കുട്ടികളിലും മുതിർന്നവരിലും ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തുന്നതിനും ജീവിതശൈലീ രോഗങ്ങൾ തടയുന്നതിനും അതുവഴി ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈറ്റ് റൈറ്റ് കേരള സേഫ് ഫുഡ് ഫോർ ബെറ്റർ ലൈഫ് എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തയ്യാറാക്കിയ മാസ്കോട്ട് റിലീസ് 2024-25 മികച്ച ഭക്ഷ്യസുരക്ഷാ പ്രവർത്തനം നടത്തിയ ജില്ലകൾക്കും സർക്കിളുകൾക്കും ഭക്ഷ്യസുരക്ഷാ ലാബുകൾക്കും ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർക്കും അവാർഡുകൾ വിതരണം ചെയ്യും. മില്ലറ്റ് മാർവൽസ് 2026 എന്ന പേരിൽ 30ഓളം ടീമുകൾ പങ്കെടുക്കുന്ന മില്ലറ്റ് മേളയും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് പ്ലാന്റേഷനായ നിലമ്പൂർ കനോലി പ്ലോട്ടിലേക്കുള്ള തൂക്കുപാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിച്ചു. 100 ദിവസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കും. 2018 ഉണ്ടായ പ്രളയത്തെ തുടർന്നാണ് ചാലിയാർ പുഴയിലെ കനോലി കടവിലെ തൂക്കുപാലം ഒലിച്ചുപോയത്. വിനോദസഞ്ചാര കേന്ദ്രമായ നെല്ലിയാമ്പതിയുടെ കാർഷിക വൈവിധ്യവും ഇക്കോ ടൂറിസം സാധ്യതകളും സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന നാച്ചുറ 26 അഗ്രി ഹോർട്ടി ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. നെല്ലിയാമ്പതിയിലെ സർക്കാർ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രാദേശിക കൂട്ടായ്മകളും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഓറഞ്ച് ഫാമിലെ വൈവിധ്യമാർന്ന കൃഷികളും കൃഷിരീതികളും സഞ്ചാരികൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെസ്റ്റിന്റെ ഭാഗമായി മൂല്യവർദ്ധിത ഉൽപ്പന്ന കേന്ദ്രം സജ്ജീകരിച്ചിട്ടുണ്ട്. ഫാമിൽ വിളവെടുത്തിട്ടുള്ള പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള 50ലധികം ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. 80ഓളം വൈവിധ്യമാർന്ന ചെടികളും ഫാമിന്റെ കാർഷിക നഴ്സറിയിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 9-ാം തീയതി വരെ നീളുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി KSRTC വൈകിട്ട് നെല്ലിയാമ്പതിയിൽ നിന്ന് പ്രത്യേക ബസ് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ-ഇംഗ്ലണ്ട് പോരാട്ടം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. സിംബാബ്വേയിലെ ഹരാരെയിലാണ് മത്സരം. കേരളത്തിലെ യുവതലമുറയുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന അക്ഷരം ആരോഗ്യം പരിപാടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 256 പോയിന്റ് താഴ്ന്ന് 83,058-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 100 പോയിന്റ് ഇടിഞ്ഞ് 25,543-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 13,965 രൂപയും പവന് 1,520 രൂപ താഴ്ന്ന് 1,11,720 രൂപയുമാണ് ഇന്നത്തെ വില. ചലച്ചിത്ര നടൻ മണിയമ്പിള്ള രാജു ഓടിച്ച കാർ ബൈക്കിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവാക്കളുടെ പരാതിയെ തുടർന്ന് ഇന്ന് രാവിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ മണിയമ്പിള്ള രാജുവിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ജീവിതത്തിൽ മുന്നേറാൻ പരീക്ഷാ പേ ചർച്ചയിലൂടെ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയനിഷ്ഠ വിജയത്തിന്റെ പാതയിൽ നിർണായകമാണെന്നും പ്രധാനമന്ത്രി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ RBI ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു.
ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലൂടെ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിക്കുന്ന ദ്വിദിന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കം. അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ-ഇംഗ്ലണ്ട് പോരാട്ടം അല്പസമയത്തിനകം സിംബാബ്വേയിലെ ഹരാരയിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.